ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ എഫ് കെയിമിൻ്റെ അടുത്തൊരു വീഡിയോക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ്. ആ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്തിനാണ് വന്നിക്കുന്നത്. നമ്മൾ സ്കെലിട്ടൺ ഫാമിൻ്റെ പരിപാടിക്കാണ് നമ്മൾ വന്നിക്കുന്നത്. സ്കെലിട്ടൺ ഫാം നമുക്ക് ഉണ്ടാക്കണം ഗൈസ്. ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ കേവലൊന്നും അറിയിട്ടില്ല. സീഡ് മാപ്പ് നമ്മുടെ ഇതില്ലേ, ചങ്ക് ബേസ്, നമ്മുടെ വെബ്സൈറ്റ്, അതിലാണ് ഞാൻ കണ്ടുപിടിച്ചത് നമ്മുടെ സ്കെലിട്ടൺ ഫാം. നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ചെറുത്തൊരു പ്രശ്നമൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മൾ ഇന്നലെ ചെയ്ത ഷീപ്പിൻ്റെ അവിടെ ഞാൻ അത് പിന്നെ പോയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇത് നമ്മൾ ഇത്തിരി ഇവിടെ ഇങ്ങനെ വികസിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് വീടൊക്കെ കെട്ടാൻ വേണ്ടിയിട്ടാണ്. വീട് എന്തായാലും കെട്ടില്ല. അതുകൂടെ ഒരു പിക്കേഴ്സ് ഇരിക്കുന്നുണ്ട്, എന്തെങ്കിലും എടുത്തേക്കാം. പിന്നെ നമ്മളതൊക്കെ പൊട്ടിപ്പോയി ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. ഇത്തിരി സംഭവങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓപ്സിഡി ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്ത് നമ്മുടെ ഈ ഡയമണ്ട് പിക്കേഴ്സ് അതൊക്കെ ഇട്ടിരിക്കട്ടെ. ബോണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ബോണൊക്കെ ഇട്ട് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. നമ്മൾ കണ്ടുപിടിച്ച് വളറി വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ കേട്ടിട്ടുണ്ട് പെട്ടെന്ന് വളരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൃഷി ചെയ്യണം, അപ്പോൾ മടിയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ക്രോപ്പ് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അവിടെ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുവരെ ഫുൾ ആയിട്ടില്ല. ഇതെടുത്തേക്കാം. ഇത് പൊട്ടാത്ത കുറേ കിട്ടിയപ്പോൾ ഞാൻ എടുത്ത് വെച്ചായിരുന്നു. അതിൻ്റെ ഉള്ളിൽ വീണ്ടും കിട്ടി. ഇതിവിടെ ഫുഡോട്ടെ. ഇത് നമുക്ക് ഇത്തിരി അപ്ഡേറ്റ് ഒക്കെ ആവുന്നുണ്ടാവും, ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെറുതെ കണ്ട പൊട്ടാറ്റൊക്കെ കുറേ കിട്ടി. ഇവിടെ ഞാൻ പിന്നെ വെറുതെ വെള്ളമൊക്കെ ചോദിച്ചു. ഇഷ്ടം പോലെ ക്യാരറ്റ് ഗോൾഡൻ ക്യാരറ്റ് ആക്കാൻ വേണ്ടി ഗോൾഡ് വേണം. അതിന് വേണ്ടിയൊക്കെ ഫാമേജ് ഞാൻ അത്ര കൾട്ടിവേഷൻ ഓക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ എത്തും. പിന്നെ ഇത് നമ്മൾ ഇന്നലെ അത്ര തേടി ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. നല്ല ഇത്തിരി നേരം ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇത്തിരി നേരത്തെ അത്യാവശ്യം ഇരുന്നു. വെള്ളവൂളാണ് കുറേ ഷീപ്പിനൊക്കെ ഞാൻ ഇത്ര ഡൈയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് കിട്ടിയാണ് ഇത്രയും വെള്ളവൂള് കിട്ടി. ഇതൊക്കെ ധാരാളമാണ്. പിന്നെ എത്ര കളർ ഡൂൾസും കിട്ടി. പിന്നെ ഇപ്പുറത്താണ് ഞാൻ ഒന്നിനും കൊന്നിട്ട് അങ്ങനെ പിടിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് അതൊക്കെ പഴയ പോലെ. പിന്നെ ഇവിടുത്തെ ഞാൻ ബാരൽ വായിച്ചു, കാരണം ഇത് ആൾക്കാർ ചാടിക്കയറി പോകുന്നൊരു സംശയമുള്ള കാരണം വായിച്ചത്. ഞാൻ പിന്നെ ലാസ്റ്റ് ഡാൻസ് കണ്ടേ, അപ്പോൾ കുതിരേനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. വേനത്തിൻ്റെ ലാസ്റ്റ് വേനം കുതിരയുടെ മേത്ത് തീർത്ത് പോകുന്നു, അതേപോലെ തോന്നി കണ്ടപ്പോൾ. അപ്പോൾ വേനത്തിൻ്റെ കാര്യം പറഞ്ഞേക്കുള്ള ഞാൻ പിന്നെ FG ഇപ്പോഴും മുമ്പും ഒക്കെ ഒരു മാർവലിൻ്റെയും ഇതിൻ്റെ ഒക്കെ നല്ലൊരു ഫാനാണ്. എനിക്കൊക്കെ കൊടുക്കുന്നത് ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ശുഭന അതിൻ്റെ ചില വർക്ക്സൊക്കെ നമ്മുടെ വേൾഡിൽ കൊണ്ടുവരുന്ന എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തിരിക്കും. അവിടെ വെച്ചിട്ടില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. വേറൊരു 2 സ്കെലിറ്റൻസ് മോഡൽ നമ്മുടെ ഇവിടെ, ഇത് ഒരെണ്ണം. പിന്നെ വേറൊരെണ്ണം കണ്ടാൽ നിങ്ങൾ സീനായിരിക്കും കാണിച്ചാട്ടാ. വേറെ ഒരെണ്ണമാണ് ഇതിവിടെ നേരെ നോക്കിയാൽ ഒരെണ്ണം. സ്റ്റിക്ക് എടുത്തിട്ടില്ല, കാണിച്ചിട്ടാ വേടാ. കാണാൻ പറ്റുന്നവരില്ല. ഞാൻ എന്തായാലും അടിക്ക് ഈ ലാഡർ ഉണ്ടാക്കാൻ വേണ്ടി കുറേ, അതുകൊണ്ടാണ് നമ്മുടെ ആക്സ് ഒരെണ്ണം പൊട്ടി കുറേ ഇങ്ങനെ പോയി സൈഡ് മേപ്പർ വെച്ചാണ് കൺട്രോൾ ചെയ്യാൻ. കുറേ അടിക്ക് പോകണമെന്നില്ല, എന്നാലും അത്യാവശ്യം അടിക്ക് പോകണം. സ്കേറ്റർ ഇതിൻ്റെ ഇത് ജസ്റ്റ് ഞാൻ തുറന്നിട്ടില്ല, തുറന്നു നോക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ വീടിൻ്റെ അടിയിലാകുമ്പോൾ ചില അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടിയിലാണെങ്കിൽ ഇതിങ്ങി നമ്മളിപ്പോൾ ലൂട്ട് ചെസ്റ്റിൻ്റെ ഉള്ളിൽ കുറേ ലൂട്ടൊക്കെ വെച്ച് വിചാരിച്ചു. ചെസ്റ്റിൻ്റെ ഉള്ളിൽ കുറേ ലൂട്ട് നമ്മൾ വെക്കുമ്പോഴും പിന്നെ അങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മൾ കുറേ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കുറേ നമ്മുടെ ഇതൊക്കെ വരില്ലേ. പിന്നെ എൻ്റെ ഫ്രണ്ടിനൊക്കെ വീടിൻ്റെ ഉള്ളിൽ വയ്ക്കുമ്പോൾ നല്ല ആനിമൽസൊക്കെ വരുമ്പോൾ പിന്നെ തൊട്ടടിയിലായിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല ലാഗ് അടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സമയത്ത് നല്ല ലാഗ് അടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ നിങ്ങൾക്ക് രസം ഉണ്ടാവില്ല, കളിക്കാൻ എനിക്ക് രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ അടിഭാഗത്ത് വെക്കുന്നത് സേഫ് അല്ലാത്ത കാരണമാണ് എനിക്ക് എന്തോ പോലെ. അത് വേണമെങ്കിൽ നമുക്ക് ശരിയാക്കാൻ വേണമെങ്കിൽ ഇവിടെ തന്നെ വെക്കാം. ഇവിടെ ഉണ്ടാക്കാൻ കാട്ടി ഭേദം വേറൊരു കാലത്ത് കാണിച്ചില്ല. കഥ അവിടെ ഇരിക്കട്ടെ. ജസ്റ്റ് നമുക്ക് ഇപ്പം ലൂട്ട് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഇപ്പോൾ തുറന്ന ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിട്ടാ. ഓക്കെ, പിന്നെ ഈ വഴി ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വഴി ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ പോവാം. അവിടെ ഞാൻ വെറുതെ ലൈറ്റ് അടിച്ച് വന്നതാണ്. ഞാൻ അവിടെയാണ് ശരിക്കും സ്പീഡ് പേപ്പറിൽ കണ്ടത്. ഇവിടെ അല്ല, അവിടെയാണ് സ്പീഡ് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, അവിടെയാണ് സ്പീഡ് പേപ്പർ കണ്ടത്. അപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു തൊട്ടായിരുന്നു ലാഗ് അടിക്കുന്നു. ഇത്രയും കൂടെ നമുക്ക് ഇവിടെയും കിട്ടി. അപ്പോൾ ഇതും സ്കെലിട്ടൺ തന്നെ. അപ്പോൾ ഇവിടെ ഇട്ട് നമുക്ക് ഉണ്ടാക്കാം സിമ്പിളായ നല്ല
നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്ഥലം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന പോലെയോ അതൊക്കെ നമുക്ക് പതുക്കെ സെറ്റാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലൂട്ട് ഇപ്പം എന്തായാലും എടുത്തേക്കാം. ഓ സാഡി. അപ്പോൾ നമ്മളത് തിരിച്ചു വന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് വഴിയാക്കാം. സ്പീഡിൽ എന്തെങ്കിലും കണ്ടേക്ക് ആണെങ്കിൽ ഒരു ബാഗ് അപ്പോൾ കേസ് നിങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടും. എന്തായാലും ഒരു ചെയ്ത് വരാം. ഇത്രയാണ് നമ്മളിത് ഇത്ര സെറ്റാക്കിയത്. ഇത്തിന് ഞാൻ വീഡിയോ കാണിക്കാൻ വെച്ചത് ഇത്രയും സാധനങ്ങളും കിട്ടിയ എൻ്റർമേന വന്നപ്പോൾ എൻ്റർമേനെ കൊണ്ട് അത്രയും കിട്ടി. നമുക്ക് വന്നിട്ട് ഇവിടെ ഞാൻ വീണ്ടും കയറിപ്പോയി ഇവിടുത്തെ കടച്ചിൻ്റെ എന്ത് ചെയ്യുന്നതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഇത്ര അടിക്കാല വഴി ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെയല്ലേ? അതേക്ക് അവസാനത്തെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഇവിടെ നിന്നാണ് കയറിപ്പോയി. ഞാൻ എന്തായാലും ടോർച്ചൊക്കെ പിടിച്ച് എത്തിയിട്ടുണ്ട്. സാധനം വർക്കിംഗ് കഴിഞ്ഞാൽ കണ്ട ഇപ്പം തന്നെ 10 എത്ര എണ്ണം കിട്ടി. അപ്പോൾ ഈ ഫാം ഇതിപ്പോൾ നല്ലപോലെ വർക്കിംഗ് തന്നെയാണ്. ഞാൻ എത്തിയിരുന്ന നേരം തൂമാരൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ എത്തിയിരുന്ന നേരം ഇവിടെ ആഫ്ക്ക് പണി ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ വീട് ഇഷ്ടപ്പെടാൻ വയ്ക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതേ ചെറിയൊരു പണിയായിരുന്നു. ഒന്ന് ഞാൻ ഇപ്പോൾ ഇതിലിട്ട് പണി ചെയ്യാൻ പോകണ്ട. പണി ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു അസിലാണ്ട് വലുത് കാട്ടി വിളിക്കും ഗൈസ്. അപ്പോൾ നാളെ നമുക്ക് എന്തെങ്കിലും ഇനി പണി ചെയ്യാം. നാളെ ഇനി മറ്റന്നാൾ നമ്മുടെ ഫാം റെഡി ആയിട്ടുണ്ട് ഗൈസ്. SP ഇത് എത്ര 20 ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തണം ഗൈസ്. അപ്പോൾ അടുത്തിട്ട് കാണാം. ബൈ.